തിരുവല്ലം ഉണ്ണി കുടുങ്ങി. കണ്ണുവച്ചാൽ മോഷ്ടിക്കാൻ കയറുന്ന ഇടത്തെ കെട്ടിടമൊഴികെയുള്ള മറ്റെല്ലാ സാധനങ്ങളും കടത്തുന്നതാണ് കള്ളൻ ഉണ്ണിയുടെ രീതി. സ്വാഭാവികമായും ഒരു വീട്ടിലേക്ക് മോഷ്ടിക്കാനായി കടന്നു വരുന്നു. പിന്നാലെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റ് സാധനങ്ങളുമെല്ലാം ആദ്യം കൈക്കലാക്കും. പിന്നീട് കണ്ണ് അടുക്കളയിലെ പാത്രങ്ങളിലേക്കാണ്. പാത്രങ്ങളെല്ലാം മോഷ്ടിച്ചതിനു ശേഷം പലവ്യഞ്ജനങ്ങളും അരിയും എന്തിന ഗ്യാസ് സിലിണ്ടറും സ്റ്റൌവും വരെയും ഈ കള്ളനുണ്ണി മോഷ്ടിച്ചു കളയും. അങ്ങനെ മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട്ടിൽ മോഷ്ടിക്കാനായി കയറിയതിനു ശേഷം മെത്തയും പാത്രങ്ങളും അടക്കം മോഷ്ടിച്ചതും ചരിത്രമാണ്. കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിൽ നോക്കിയാൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിയാണ് ഇയാൾ മോഷ്ടിച്ചത്. അതിൽ പിന്നീട് കേസും എടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. നേരത്തെ 2 സംഘം ബൈക്കിലെത്തിയപ്പോൾ ഇയാൾ മോഷ്ടാവാണെന്ന് മനസ്സിലാക്കി ഇയാളെ പിടികൂടാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇയാൾ മുങ്ങാൻ ശ്രമിച്ചു. അന്നും ഇയാളെ പോലീസ് പിടികൂടി. അന്ന് ഇയാളുടെ വാഹനത്തിൽ നിന്നും നിരവധി പാത്രങ്ങളടക്കം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസം കാട്ടാക്കടയിൽ നിന്നും ഇതുപോലൊരു ബൈക്ക് മോഷണം പോകുന്നു. പിന്നാലെ പോലീസ് ഇതിന്മേൽ അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെ നീണ്ട തിരച്ചിലിനൊടുവിൽ തിരുവല്ലം സ്വദേശിയായ ഉണ്ണി എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് ഉണ്ണികൃഷ്ണൻ പോലീസിന്റെ പിടിയിലാകുന്നു. അന്വേഷിച്ചപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ഇയാൾക്കെതിരെ 147-ലധികം മോഷണ കേസുകൾ ഉണ്ടെന്നാണ് വിവരം. ഇനി കാണാൻ പോകുന്നത് ഉണ്ണികൃഷ്ണന്റെ മോഷണ പരമ്പരകളാണ്. പ്രതി ഉണ്ണികൃഷ്ണന്റെ ഒളിസങ്കേതത്തിൽ നിന്നും മോഷ്ടിച്ച പാത്രങ്ങളും മറ്റ് ഗൃഹോപകരണങ്ങളുമെല്ലാം പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലടക്കം ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നാണ് സൂചന. ഏതായാലും കാട്ടാക്കടയിൽ കസ്റ്റഡിയിലായതറിഞ്ഞ ജില്ലയിലെ മാത്രം 12ഓളം സ്റ്റേഷനുകളിൽ നിന്നാണ് അന്വേഷണം കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. നിലവിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.